ഹലോ, ഹായ്, അസ്സലാമലൈക്കും. വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ എല്ലാവരും പുതിയതായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിച്ചോളും. ഓക്കെ, ഞാനപ്പോൾ ഷോപ്പിലാണ് മക്കളെ. ഇന്ന് ഷോപ്പിലാണ്. ഇന്ന് വീഡിയോസൊന്നും എടുത്തില്ല. ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിച്ചിട്ടിരുന്നാണ് മക്കളെ. ആലോചിച്ചത് നല്ല ജലദോഷം മാറും. ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ. കുറച്ച് നേരം മുന്നേ മൂക്കണ്ടടഞ്ഞിട്ട് ഞാൻ ലൈവ് കുറച്ച് നേരം ഇങ്ങനെ വെച്ചു, സൈലൻ്റ് ആക്കി വെച്ചു. കാരണം എനിക്ക് പറ്റണില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തി. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നേ. അവൾ ഇടയ്ക്കിൻ്റെ വിളിക്കൂട്ട. എന്നിട്ട് അവളെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്ന ഒരു ഫ്രണ്ടാണ്. അപ്പം എന്നോട് ചോദിച്ചു, എടി നീ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയില്ലേ, എന്നിട്ട് നീ എൻ്റെ കുറിച്ച് എന്ത് പറയാത്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്നെ കുറിച്ച് പറയാൻ എന്താ പുത്ത പറയേണ്ടത്? പ്രത്യേകിച്ചൊന്നുമില്ല, എന്നെ കുറിച്ചാണ് പൊക്കി പറഞ്ഞൂടെ, പേരൊന്നും പറയണേ. എൻ്റെ ഒരു ഫ്രണ്ട് മുത്താണ് ചക്ക. ഞാൻ പറഞ്ഞു, അതാണോ എൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടെ ഞാൻ പറയേണ്ടത്? പാവം ട്ടാ, എന്നെ കുറേ ഹെൽപ്പ് ചെയ്യുന്നൊരു ഫ്രണ്ടാണ് അവൾ. ഒരു കുട്ടിയുണ്ട്, ഒരു ആൺകുട്ടിയാണ്. സുഖമായിട്ട് ജീവിക്കണം, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഏത് സമയവും എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കുന്നൊരു വ്യക്തിയാണ്. ചില സ്നേഹങ്ങളുണ്ടല്ലോ നമുക്ക്, അത് നല്ല അടുപ്പം വേണമെന്നില്ല. ഒറ്റ പ്രാവശ്യമൊക്കെ വിളിക്കുള്ളൂ, ദൂരെ ആയിരിക്കും. പക്ഷേ നമ്മൾ എന്താവശ്യത്തിന് വിളിച്ചാലും ഓടിയെത്താനും അത് കേൾക്കാനും അപ്പുറത്തൊരാളുണ്ടെന്ന് പറയില്ലേ, അതേമാതിരിയുള്ളതാണ്. ഞങ്ങളെ തല്ലുകൂടുന്നൊരു വ്യക്തികളാണ് ഞങ്ങൾ. നല്ലതായിട്ട് ഞങ്ങൾ അങ്ങോട്ടും തല്ലുകൂടും. അവളോട്ട് ഞാൻ നന്നായിട്ട് തല്ലുകൂടും. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ അവളല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട്, ഞങ്ങൾ ആ തല്ലു കൂടിയത് ഞങ്ങൾക്ക് ഓർമ്മയേ ഉണ്ടാവില്ല. അതേമാതിരിയാണ് ഞങ്ങൾ. അപ്പം തന്നെ കളയും അത്. അപ്പം ഞങ്ങൾ ചോദിക്കും, ഞങ്ങളാണോ തല്ലുകൂടുന്നത്? വേറെ മൂന്നാമതൊരാളത് വെച്ച് കാണുമ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പ് നിന്ന് എന്നുള്ളൊരു ലെവലിലുള്ള ഇതാണ്. അപ്പോൾ അവളിങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മളോട് ഇങ്ങനെ പറയും, നീ അങ്ങനെ ചെയ്യടി, നീ ഇങ്ങനെ ചെയ്യടി, നീ അത് ശരിയായി ചെയ്യാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെയാണെന്ന്. നമ്മളതിൽ വല്ല തെറ്റുണ്ടെങ്കിൽ അത് ശരിയാക്കി തരും. അങ്ങനെയൊക്കെയാണ്. നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ നമ്മളൊരു മുസ്ലിം ആയതുകൊണ്ടും ചില ആൾക്കാരെ കുറ്റപ്പെടുത്താണ്. അവൾക്ക് എന്തിൻ്റെ കേടാ ഈ യൂട്യൂബിൽ കിടന്നിട്ട് ഇങ്ങനെ ഇതാവണമെന്നൊക്കെ പറയണോ ടീമുകളുണ്ടാവും കേട്ടോ. ഞാൻ എൻ്റെ ചാനലിലാണ് സഹോദരങ്ങളെ പറയുന്നത്. അതിലൊക്കെ അവർ പറയണവർ പറഞ്ഞോട്ടെ, നീ ഈ ചെവിയിൽ കൂടെ കേൾക്കൂ, എന്നിട്ട് ആക്കൂ, കളയൂ, അപ്പുറത്തെ ചെവിയിൽ കൂടെ കളയൂ. നീ എന്തിനാണ് ഇതൊക്കെ കേൾക്കുന്നത്? ഇന്ന് ഞാൻ രാവിലെ വീഡിയോസ് ഇടാറില്ല. അപ്പോൾ എന്നോട് ചോദിക്കും, നീ എന്താ വീഡിയോസ് ഇടാണ്ടിരുന്നത്? ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഞാൻ അധികം 4 മിനിറ്റ് 5 മിനിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള വീഡിയോസാണ് ഞാൻ ഇടാറ്. അപ്പം എന്നോട് നീ എന്താ വീഡിയോസ് ഒന്നും ഇടാത്തേ ചോദിച്ചു. ഞാൻ ഒന്നുമില്ലാടി, എനിക്ക് എന്താ ലൈവിൽ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു സുഖമില്ലായ്മ. പിന്നെ ഞാൻ ലൈവ് സൈലൻ്റ് ആക്കി വെച്ചു കുറച്ച് നേരം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓഫാക്കി പറഞ്ഞു. ആണോ മുത്തുമണിയേന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ആണോ. എന്നോട് കുറച്ചും കൂടി ആക്റ്റീവ് ആവും മുത്തേ, നീ ആക്റ്റീവ് ആവൂ, കുഴപ്പമില്ലല്ലോ. ഞാൻ നോക്കി നോക്കുമ്പോൾ ചാനലൊക്കെ സൂപ്പറായിട്ട് പോകുന്നുണ്ടല്ലോ. നമ്മൾ എത്ര വിഷമിച്ചാലും ചില സന്ദർഭങ്ങളിൽ നമുക്ക് കരയാൻ വന്നിട്ട് ഇങ്ങനെ പിടിച്ചു നിന്നാലും കൂടെ ഇങ്ങനത്തെ ഒക്കെ കുറച്ച് പേരുണ്ട്. വീടടി പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൂടെ നിർത്താറുണ്ടല്ലോ. അതൊക്കെയാണ് സ്നേഹം. അതുമാതിരി കുറച്ച് ഇവിടുത്തെ കടയിൽ നിന്നായാലും കുറേ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറേ സ്നേഹങ്ങൾ നമുക്ക് കിട്ടുമല്ലോ. അങ്ങനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചോട് നമ്മളോട് കാണിക്കുന്ന അകൽച്ച ഉണ്ടല്ലോ, കണ്ടാൽ പോലും ഇങ്ങനെയുള്ളവരുണ്ട്. ഞാനപ്പോൾ മുന്നത്തെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുമ്പോണ്ടല്ലോ, പടച്ചോനെ ഇങ്ങനെ മനുഷ്യന്മാർക്ക് ആകാൻ പറ്റുമോ എന്നൊക്കെ വിചാരിക്കും. ചില കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഒരു തെറ്റും ചെയ്യാണ്ട് നമ്മളെ കാണുമ്പോൾ എന്താ കാരണം എന്ന് പോലും എനിക്കറിയില്ല. വെറുതെ മുഖം വീർപ്പിച്ചിട്ടിരിക്കും. ഞാൻ എന്ത് പ്രത്യേകിച്ച് ഞാനെന്നിങ്ങനെ ചിന്തിക്കും, പ്രത്യേകിച്ചിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ മുത്തേ, പിന്നെ എന്തിനാണ് എന്നോട്? അപ്പം അങ്ങനെയാണ് മനുഷ്യന്മാർ. നാളെ നമ്മളായിരിക്കുവാന്നില്ല, അവരായിരിക്കുവാന്നില്ല. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുമ്പോണ്ടല്ലോ നമ്മളൊരു കളങ്കല്ലാണ്ടാണ് ഞാൻ സ്നേഹിച്ചത്. അപ്പോൾ അതിങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച്
ഒരുപാട് പേരൊന്നുമില്ല ഫ്രണ്ട്ഷിപ്പായിട്ടൊന്നും, കുറച്ച് പേരുള്ളൂ. ഉള്ളവർ നമ്മളെ അകൽച്ച കാണിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നൊരു ഫീലിംഗ് ഉണ്ടല്ലോ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ചെറിയ കുഞ്ഞു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ അടിച്ച് പൊളിച്ചു. ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും.